ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നീ ആട്ടം മുഴുവൻ കണ്ട ആനന്ദിക്കാണല്ലേടി. എത്ര മോശപ്പെട്ട അഴിഞ്ഞാട്ടമാണെങ്കിലും മുന്നിൽ കിടന്ന് ആടുമ്പോ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ വിഷ്ണു. പിന്നെ ആടുന്നത് കളക്ടറും സ്പിരിറ്റ് കച്ചവടക്കാരനും ഒക്കെ ആവുമ്പോ കാഴ്ചക്ക് രസം കൂടും. എന്നെ സ്പിരിറ്റ് കച്ചവടക്കാരനാക്കി എന്റെ കണക്ക് ഞാൻ അവധിക്ക് വച്ചിട്ടുണ്ടടി. കാരണം എല്ലാം കൂടി താങ്ങാനുള്ള കരുത്ത് നിനക്കിപ്പോ ഉണ്ടാവില്ല. നിനക്കുള്ള പണിയും കൊണ്ട് എത്തേണ്ടവരെത്തി. നിയമത്തിന്റെ പണി. അത് കഴിഞ്ഞ് നമ്മൾ തമ്മിൽ ശരിക്കും ഒന്ന് കാണും. ആ കണക്ക് ഞാൻ അപ്പ തീർത്തോളാം. എന്താ സുസ്മിതയായി കേൾക്കുന്നത്? മനസ്സിലായില്ല. വിഷ്ണുവിന്റെ ലോറിയിൽ സ്പിരിറ്റ് വെച്ചവര് പറയുന്നു അത് ചെയ്യാൻ അവർക്ക് കൊട്ടേഷൻ കൊടുത്ത സുസ്മിതയാണെന്ന്. അതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. ഏതോ നക്കാപ്പിച്ചയ്ക്ക് ഗുണ്ടാപണിക്ക് പോകുന്നതും പറയുന്നതും കേട്ട് നിയമം നടപ്പിലാക്കാൻ വന്ന IPS ഉദ്യോഗസ്ഥയോട് എനിക്ക് സഹതാപമുണ്ട്. പക്ഷെ എനിക്ക് ആ സഹതാപം ഇല്ല. ഏയ്, തൊട്ടു പോരുത്. ഇപ്പൊ നീ വിളിക്കാൻ പോകുന്നത് നിന്റെ ചിറ്റപ്പനെ അല്ലേ? അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസിനെ. ഒരു ചെറിയ പണി കൊടുത്ത് ഞാൻ അവിടെ ഓഫീസിൽ ഇരുത്തിയിരിക്കുക. നീ അലറി വിളിച്ചാൽ പോലും കേൾക്കാൻ പറ്റില്ല. ആ രീതിയിലായിരിക്കും. പുള്ളിക്കുറവൻ കൂവിയ മരണം നടക്കുന്ന പഴമക്കാര് പറയുന്നത്. പക്ഷെ കഷ്ടകാലം വരുമ്പോ ആരാ കൂവുന്നേന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. സുസ്മിത അതൊന്ന് തിരക്കി വെച്ചേക്കുന്ന നല്ലതാ. ഇനി അങ്ങോട്ടേക്ക് കഷ്ടകാലമാണെന്നാ തോന്നുന്നത്. എന്നാ പിന്നെ പോയാലോ? ഇതൊരു സാമ്പിളാടി. നിനക്ക് തരുന്നൊരു മുന്നറിയിപ്പ്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. പുറകെ ഉണ്ടാവും ഞാൻ, നിഴല് പോലെ. നടക്ക, കൊണ്ടോളെ. അടുത്തൂഴം നിനക്ക് കരുതിയിരുന്നോ?